മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് സമാപിച്ചു. ഇന്ത്യയിലെ പാരമ്പര്യ വിജ്ഞാനവും ആധുനിക സാങ്കേതികവിദ്യയും സമന്വയിച്ചുള്ള സുസ്ഥിര വികസനം എന്ന പ്രമേയത്തിൽ 2 ദിവസങ്ങളായി സംഘടിപ്പിച്ച കോൺക്ലേവിനാണ് സമാപനമായത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് ഗ്യാൻ സമാപിച്ചു. കോളേജ് റിസർച്ച് ഡെവലപ്മെന്റ് സെല്ലിന്റെയും ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിന്റെയും നേതൃത്വത്തിൽ MG സർവകലാശാല കോളേജ് ഡെവലപ്മെന്റ് സെൽ എന്നിവയുടെ സഹകരണത്തോടെ 2 ദിവസങ്ങളിലായി നടന്ന കോൺക്ലേവിനാണ് സമാപനമായത്. ഇന്ത്യയിലെ പാരമ്പര്യ വിജ്ഞാനവും ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിച്ചുള്ള സുസ്ഥിര വികസനം എന്ന പ്രമേയത്തിലാണ് 2 ദിവസങ്ങളിലായി കോൺക്ലേവ് സംഘടിപ്പിച്ചത്. വിവിധ വിഷയങ്ങളിലായി 120ഓളം പ്രബന്ധങ്ങൾ കോൺക്ലേവിൽ അവതരിപ്പിച്ചു. ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ പോൾ പാടത്താഴം അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ കൊസാറ്റ് രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ അരുൺ AU മുഖ്യപ്രഭാഷണം നടത്തി. Normally we are thinking about the Indian knowledge system. When you are thinking about what are the traditional knowledge that we are having, normally research is not pertaining to that thing. The majority of the research is pertaining to area where which the researcher would be able to do research in an easy way. Normally when you are selecting any topic, normally it will be related with the common man or related with the nature or related with it will be useful for the survival as well as the usage of the common. This is the way through which you have to select the topic as well as we have to do the research. Normally it is not happening so. Whenever we are selecting the topic, when we are doing the research, I think as far as new research colleges are concerned, when you are selecting the topic, I think this thing should be keep in mind that it should be touched with the life of the common man. I congratulate the department as well as the college as well as the committee members, because to organize any of this activity, it is not a that much easy thing as far as the college is concerned. They would be able to conduct this program and nearly 120 presentation was there. It means 120 persons from different part of Kerala, different part of India would be able to take part in the presentation and they presented their paper and normally their proceedings will be there. വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ KK രാജൻ സമാപന സന്ദേശം നൽകി. There are so many engineering marvels in our country. So നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി എല്ലാം ചർച്ച ചെയ്യുമ്പോഴും റിസർച്ച് നടത്തുമ്പോഴും ഓരോ കാര്യത്തിലെയും ഇന്ത്യൻ ആൾട്ടർനേറ്റീവ് ഓർ ലോക്കൽ ആൾട്ടർനേറ്റീവ്, ട്രഡീഷണൽ ആൾട്ടർനേറ്റീവ് എന്താണെന്ന് വി ഹാവ് ടു ട്രൈ ടു ഫൈൻഡ് ഔട്ട് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ്. അപ്പോൾ നമ്മൾ ഈ റിസർച്ചിലേക്കും ഗവേഷണത്തിലേക്കും കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മറ്റ് ഇന്റർനാഷണൽ ജേർണൽസ് വി ഹാവ് ടു റെഫർ ഇന്റർനാഷണൽ ജേർണൽസ് ആൻഡ് ഓൾ ദ പബ്ലിക്കേഷൻസ് പോസിബിൾ. We should do the research, literature survey extensively and all the papers related to a thing you have to study. At the same time, അത് സംബന്ധമായിട്ടുള്ള ഇന്ത്യൻ ആൾട്ടർനേറ്റീവ് എന്താണെന്ന് നമ്മൾ പരിശോധിക്കുന്നത് വിധമായി. അക്കാദമിക പോസ്റ്റർ പ്രദർശന മത്സരത്തിലെ വിജയികളെയും PhD ഗൈഡുകളെയും പുതുതായി PhD കരസ്ഥമാക്കിയവരെയും കോൺക്ലേവിൽ നടത്തിയ വിവിധ അക്കാദമിക മത്സരങ്ങളിലും പങ്കെടുത്തവരെയും ചടങ്ങിൽ ആദരിച്ചു. Dr. Chitra Rajagopal, Reverend Dr. Francis Mike, Dr. Toji Dominic, നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ K. കുര്യാക്കോസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോണി കുര്യാക്കോസ്, കൺവീനർ ഡോക്ടർ ജൂലിയ ഇമ്മാനുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കഴിഞ്ഞ 34 വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.